Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടൻസ് മിൽക്ക് ആണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനേക്ക് ഒരു ബെൽ ഐക്കൺ വരും. ആ ബെൽ ഐക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. ഇത് 250 ml 2 കപ്പ്. ഇത് ഫുൾ ഫാറ്റ് ആണ്. 250 ml 1 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ പാല് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാൻ പാല് സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. മാറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാല് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഇടണം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ഈ പാലൊന്ന് തിളച്ച് വരണേന് ഈ പഞ്ചസാര ഒന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. കണ്ടൻസ് മിൽക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കുഴിയുള്ള പാത്രമാണ് എടുക്കാനായിട്ട്. വെച്ചാൽ ഇതിങ്ങനെ പാല് നമ്മൾ ഇടയ്ക്ക് ചൂട് കൂട്ടി കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ പാല് മുകളിലോട്ട് പൊങ്ങി വരാനൊക്കെ ചാൻസ് ഒത്തിരി കൂടുതലാണ്. അപ്പം എപ്പോഴും നല്ല കുഴിയുള്ളൊരു പാത്രം എടുക്കാം. അതുപോലെ നല്ല ഒരു ഇതുണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചില സൈഡിലൊന്നും പിടിക്കത്തൊന്നുമില്ല. ഇതിങ്ങനെ കുറേ നേരം നമ്മളിട്ട് വറ്റിച്ചെടുക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് കൂടുതൽ, സൈഡിലൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പിടിക്കാനൊക്കെ ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് അത്രയും പിടിക്കത്തില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിയണം കേട്ടോ. ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുന്ന വരെ നമ്മളിത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അപ്പോൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ബബിൾസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിളയ്ക്കുന്ന വരെ നമ്മളിത് ഇനി ഇളക്കണ്ട. നമ്മൾ പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി ഇതിപ്പോൾ ഒന്ന് പൊങ്ങി വരുന്നില്ലേ, പാല് തിളച്ചിട്ട് പൊങ്ങി വരത്തില്ലേ. പാല് തിളച്ച് പൊങ്ങി വരുമ്പോൾ തൊട്ട് ഇനി നമ്മൾ ഇളക്കി കൊടുത്തേച്ചാൽ മതി. പാല് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഫ്ലെയിം ലോ ആക്കുക. ലോ ആക്കിയതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിതിങ്ങനെ പാല് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കപ്പ് പാലാണ് ഒഴിച്ചേക്കുന്നത്. 500 ml 1 കപ്പ്, 250 ml 2 കപ്പാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിത് വറ്റി ഇത് 1 കപ്പായിട്ട് കുറയണം. അപ്പോഴാണ് ശരിക്കും ഇത് അതിൻ്റെ ടെക്സ്ചർ ആവുന്നത്. ഇത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കൂട്ടാണ്. ഒന്ന് ഇച്ചിരി മെനക്കെട്ടാലൊക്കെ അല്ലേ നമുക്ക് ഒരു എന്താണ് മായമൊന്നും ചേർക്കാത്ത കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഇത് ചെറിയ തീയിലിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. ചെറിയ തീയിലിട്ട് ഇളക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് ചെറിയതായിട്ട് തീ കൂട്ടി കൊടുക്കുക. പിന്നെ തീ നന്നായിട്ട് ലോ ആക്കുക. അങ്ങനെ ഇത് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് എന്താ പറയുക, അങ്ങനെ ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ ഇളക്കാൻ പറ്റും, അത് കരിയാണ്ടൊക്കെ കിട്ടും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തേച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് കുറച്ച് മെനക്കെട്ട് തന്നെ നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് 2 രീതിയിലും തീ കൂട്ടി വെച്ചിട്ടും തീ കുറച്ച് വെച്ചിട്ടും നമുക്കിത് വറ്റിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സമയം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കാണിച്ചാൽ ആദ്യം നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. തീ കൂട്ടി വെക്കുമ്പോഴത്തേക്ക് ഇത് മുകളിലോട്ട് അങ്ങോട്ട് പൊങ്ങി വരും. ഇത് തീ കുറയ്ക്കാം. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ എന്തായാലും പുറത്തേക്ക് തിളച്ച് ഒഴുകി പോകുന്നത്. അത് തിളച്ച് ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. അതിപ്പോൾ എന്താണെങ്കിലും, ഇതിപ്പോൾ പാലല്ല, നമ്മൾ എന്ത് കറികളാണെങ്കിൽ പോലും അതങ്ങ് തിളച്ചങ്ങോട്ട് ഒഴുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ആ പൊങ്ങി വരുന്നതിൻ്റെ അകത്തായിരിക്കും അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളച്ച് പോകുന്നതെന്നൊക്കെ പറയത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് തിളച്ചൊഴുകി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഈ പൊങ്ങി വരുന്നത് നെയ്യായിരിക്കുമല്ലേ. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേക്ക് പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിക്കുന്നുണ്ടാവേ, അതൊക്കെ അങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരിഞ്ഞു പിടിക്കും. അതാ പാലിൻ്റെ നെയ്യാണത്. അത് അപ്പോൾ തന്നെ അങ്ങ് ഇളക്കി നടുക്കോട്ടൊക്കെ ആക്കി വെച്ചാൽ മതി. അത്
അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആകുമ്പോഴത്തേക്ക് അങ്ങനെ വലിയ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകത്തില്ല. നമ്മൾ സ്റ്റീലിൻ്റെയൊക്കെ പാത്രത്തിലൊക്കെയാണ്, സ്റ്റീൽ അലൂമിനിയം അങ്ങനത്തെ സോസ്പാനിലൊക്കെയാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കരിയാൻ നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ഇളക്കി ഒന്ന് താഴേക്ക് ഇടാം. ഇതുപോലത്തെ തവി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാട്ടോ, അങ്ങനെ വടിച്ചിടാനൊക്കെ. ഇത് കണക്കത്തെ തവി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു പാലൊന്ന് തിക്കായി തുടങ്ങി, ഒരു വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു യെല്ലോ കളറായി. ഇപ്പോൾ ഒരു അരമണിക്കൂർ നേരമായിട്ടുണ്ട്. ഇതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ പാല് നല്ല കുറുകി. ഇപ്പോൾ കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ടാണ് ഇപ്പോൾ വീഴുന്നത്. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർക്കാം. ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. സ്പീഡ് ഇളക്കുക. ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും നന്നായിട്ട്. ഞാൻ സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് പൊക്കി പിടിച്ചേക്കും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ പുറത്തേക്ക് ചാടിപ്പോകും. ഇത് നമ്മളൊരു ക്രീമി ടെക്സ്ചർ ആകാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നല്ലൊരു ക്രീമി പരുവാണ്. അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ഇങ്ങനെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മതി കേട്ടോ. അത് ഒന്ന് താന്ന് വരണം നമുക്കത്. നല്ല സ്പീഡിൽ ഇളക്കുക. ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മുകളിലോട്ടങ്ങ് പൊങ്ങി വരും. അതുപോലെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇപ്പം നല്ലൊരു ക്രീമി പരുവായിട്ടുണ്ട്. ഇത് നമ്മൾ ആ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇത് ആറുന്തോറും ഇത് നന്നായിട്ട് കുറുകി വരുള്ളൂ കേട്ടോ. ഇത് ഇപ്പം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ചെറിയ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണ് എടുത്തു വെക്കേണ്ടത് ആ പാത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെള്ളമില്ലാത്തൊരു പാത്രമായിരിക്കണം. ഇപ്പം തന്നെ ഒന്ന് കുറുകി ഒന്നും കൂടെ. ഇനി ഇത് തണുക്കും തോറും ഇത് നന്നായിട്ട് കുറുകി വരും. ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്പൂണിലെടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ചെറിയ ചൂടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ലൊരു ഒന്നും കൂടെ ഇത് കുറുകും. ഇത് ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കാനും കേക്ക്, ഐസ്ക്രീം, പുഡിങ്, അതുപോലെയുള്ള ഡെസേർട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതിന് ഒത്തിരി പൈസയാണല്ലോ. കുറച്ച് മെനക്കെട്ടാലും നമുക്ക് എന്താ പറയുക, മായമൊന്നും ചേർക്കാത്ത ഒരു കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.